ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അപ്പുവിനോട് എല്ലാവരും മാറി മാറി ചോദിക്കുകയാണ്, നിനക്ക് എന്ത് പറ്റി അപ്പു, നിനക്ക് ഭ്രാന്തായോ, എന്താ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന്. അപ്പു പറയുന്നത്, എനിക്ക് മാത്രമാണോ ഭ്രാന്ത്, ഇവിടെ എല്ലാവർക്കും ഭ്രാന്താണല്ലോ കുറേ ദിവസമായിട്ട്. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇവിടുത്തെ എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല, എനിക്ക് ആകെ ഭ്രാന്താ. ഇങ്ങോട്ട് വാടി ദേവൂട്ടി എന്നും പറഞ്ഞ് ദേവൂട്ടിയെ വലിച്ചെടുത്തുകൊണ്ട് പോകാൻ കേട്ടോ. അങ്ങനെ ദേവിയാണെങ്കിൽ കരഞ്ഞ് തളർന്ന് അകത്തേക്ക് കയറി ഓരോരുത്തരായിട്ട് വിഷമത്തോടു കൂടി പരസ്പരം മിണ്ടാതെ മുറിയിലേക്ക് കയറി പോവാണ് കേട്ടോ. ഇവിടെ ഒരേ സങ്കടവും കരച്ചിലുമാണ്. ദേവൂട്ടി എനിക്ക് അമ്മയെ കാണണം എന്നെ വീടും മമ്മി എന്നും പറഞ്ഞിട്ട് അവസാനം ഹരി പോയി ക്ഷമ പോലെ ചോദിക്കും പറയുകയാണ്, നീ എന്തിനാ കുഞ്ഞിനെ ഇങ്ങനെ ഇട്ട് കരയിക്കില്ല, അവൾ അവിടെ കിടന്നോട്ട്, നിനക്ക് എന്തായിപ്പോൾ. പിന്നെ അങ്ങനെ പോണ്ട, പറഞ്ഞാലും അനുസരണയില്ലാതെ വളരുകയാണ്. ഇപ്പം ഹരി എന്തറിഞ്ഞിട്ടാ, അല്ലെങ്കിൽ തന്നെ 2-3 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഇവിടെ സംഭവിക്കാമെന്നറിയോ. 4 പാത്രമാവാൻ പോവുകയാണ്, ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്ക് വീടും ഭാഗം വെച്ച് പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയോ. ദേവമോൾക്ക് അപ്പം സഹിക്കാൻ പറ്റുമോ, ഇവരുടെ ആ ഒരു സ്നേഹമൊന്നും ഇല്ലാണ്ട് അമ്മയുടെ ആ ഒരു ചൂടില്ലാതെ അവർക്ക് പറ്റുമോ. അതിനേക്കാളും നല്ലത് ഇപ്പോഴേ അതിനൊരു പ്രാക്ടീസ് കൊടുക്കുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ അപ്പു പറയാനായിട്ടോ. അതോർത്തിട്ടാണോ? അതെ, അതുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്ക് പോകൂലേ. അപ്പോൾ എന്ത് ചെയ്യും, ആ സമയത്ത് അവരോട് കിടക്കണം ഇവരോടെ കിടക്കണം എന്നൊക്കെ വാശി പിടിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക. അതുകൊണ്ട് അവൾ ഇവിടെ തന്നെ കിടന്നാൽ മതി എന്ന് പറയണം. ഭയങ്കരമായിട്ട് ദേവൂട്ടി കരഞ്ഞ് നിർത്താതെ കരയാനായിട്ടോ, എനിക്ക് പോകണം, എന്നെ വീട് മമ്മി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അപ്പോൾ ഒരു വിധത്തിൽ അപ്പോൾ അനങ്ങുന്നില്ല, കല്ല് പോലെ ഇരിക്കുന്നല്ലാതെ. അങ്ങനെ മറ്റുള്ളവരും ആരും ഉറങ്ങിയിട്ടില്ല. ദേവൂട്ടിയുടെ ഈ ഒരു കരച്ചിൽ കാരണം അവസാനം ശിവനങ്ങ് ദേഷ്യം വരെയാണ്. ശിവനാണെങ്കിൽ അഞ്ജുവിനോട് ചോദിക്കണം, ഈ അപ്പു എടുത്ത് ഈ എന്തിൻ്റെ കേടാ ഇങ്ങനെ സ്വഭാവം മാറാൻ, ഇത്ര പെട്ടെന്നങ്ങ് മാറിയല്ലോ. അപ്പോൾ അഞ്ജു പറയുന്നിട്ടോ, അങ്ങനെയല്ല ശിവേട്ട, ഇപ്പോഴും മാറിയതല്ല. കണ്ണൻ്റെ അച്ഛൻ കണ്ണൻ കാരണമാണ് മരിച്ചതെന്ന് പറഞ്ഞില്ലേ, കണ്ണൻ്റെ മൂത്ത് നോക്കി അന്നൊരു അടി കിട്ടിയല്ലോ ഹരിയേട്ടൻ്റെ അടുത്തുനിന്ന്, അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണിത് എന്ന് പറയണം. അതിന് കുഞ്ഞിനോടാണോ ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ, എന്നാൽ ഈ കൊച്ചിനിപ്പോൾ കരഞ്ഞ് ശ്വാസം മുട്ടുമല്ലോ എന്നിങ്ങനെ അഞ്ജുവും പറയാണ്. അവിടെ ദേവിയും ഇത് തന്നെയാണ് പറയണത്, ബാലേട്ട അവൾ ഇതുവരെ കരച്ചിൽ നിർത്തിയിട്ടില്ല, അവൾക്കാണെങ്കിൽ കുറേ കരഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്വാസം മുട്ടുണ്ടാവുന്നില്ലേ, ഇനിയിപ്പോൾ ശ്വാസം മുട്ട് എന്തെങ്കിലും വരുമോ വയ്യായിക, ഞാനൊന്ന് പോയി സമാധാനിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് എണീക്കാൻ പോകുമ്പോൾ ബാലൻ പറയും, വേണ്ട ദേവി, ഇനി വീണ്ടും അവരുടെ വായിലിരിക്കുന്നത് ചങ്കിക്കൊള്ളുന്ന വർത്തമാനം കേൾക്കാൻ വേണ്ടി എന്തിനാ അങ്ങോട്ട് പോകുന്നത്, വേണ്ട, അവരത് നോക്കിക്കോളും എന്നും പറഞ്ഞ് അവരവിടെ ഇരിക്കുകയാണ്. ഇവിടെ എത്ര ശ്രമിച്ചിട്ടും ദേവൂട്ടിയെ കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല കേട്ടോ. അവസാനം കരഞ്ഞൊരു വല്ലാത്ത അവസ്ഥയില്ലേ. പിന്നെ അപ്പുവും പേടി തോന്നി തുടങ്ങി. അപ്പു പെട്ടെന്ന് മോളെ കരയാതെ മോളെ ആ ഒരു സ്നേഹത്തോടു കൂടി പിന്നീട് പറയാൻ തുടങ്ങി, കരയാതിരിക്കുന്ന. എന്നിട്ടും ദേവൂട്ടി അടങ്ങുന്നില്ല. അവസാനം കുറേ കഴിഞ്ഞിട്ട് ശബ്ദമൊന്നുമില്ല, ദേവൂട്ടി പിന്നെ കരയുന്നില്ല. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട്, അയ്യോ ദേവൂട്ടിയുടെ കരച്ചിലില്ലല്ലോ, അപ്പോൾ അവൾ ഉറങ്ങിക്കാണുമെന്നാണ് തോന്നുന്നത്. ബാലൻ ദേവിയോട് പറയുന്നുണ്ട്, അവൾ കരഞ്ഞ് തളർന്ന് ഉറങ്ങിക്കാണും ദേവി, ഇനിയിപ്പോൾ നമുക്ക് കിടക്കാം, നീ കയറി കിടക്കുമെന്ന് ദേവിയോട് പറയും. അങ്ങനെ എല്ലാവരും ഉറങ്ങിക്കഴിയാണ്. പാതിരാത്രി ആകുമ്പോഴത്തേക്കും ദേവൂട്ടിക്ക് കരഞ്ഞ് ശ്വാസം എടുക്കാൻ പറ്റാണ്ട് ഭയങ്കര ശ്വാസം മുട്ടലായിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഹരി കുഞ്ഞിനെയും എടുത്തും കൊണ്ട് അപ്പവും ഹരിയായിട്ട് ഓടി വന്ന് രാത്രി ശിവൻ്റെ ഡോറിൽ മുട്ടാണ്. എനിക്ക് ശിവ പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞ് ശിവൻ ചാടി എണീറ്റിട്ട്, എന്താ ഹരിയേട്ടാ, എന്ത് പറ്റി മൂക്ക്, ശ്വാസം കിട്ടുന്നില്ല, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് കാറിൻ്റെ കീ എടുക്ക് എന്ന് പറയുമ്പോഴത്തേക്കിനും അഞ്ജു പറയും, നമുക്ക് ദേവത്തി വിളിച്ചാലോ. ഉടനെ അപ്പു പറയുന്നുണ്ട്, വേണ്ട അഞ്ജു, അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി എന്ന് പറയും. അങ്ങനെ ദേവിയോട് ആരും ഒന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് കാറിൽ കയറി 3 പേര് കുഞ്ഞുമായിട്ട് പോവുകയാണ്. അപ്പോൾ കാറ് പോകുന്ന സൗണ്ട് കേട്ടിട്ട് ബാലനും ദേവിയും കൂടെ ഉണർന്ന് എണീറ്റ് വരികയാണ്. അപ്പോൾ അഞ്ജു ഉമ്മർത്ത് നിൽക്കുകയാണ്. ആരാ അഞ്ജു കാറിൽ, എന്ത് പറ്റി, ഹരിയുടെ റൂമൊക്കെ തുറന്ന് കിടക്കുകയാണല്ലോ. അത് ദേവത്തി കുഞ്ഞിന് കരഞ്ഞിട്ട് നല്ല ശ്വാസം കിട്ടുന്നില്ലായിരുന്നു, അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാ. അയ്യോ, എന്നാലും എന്നോട് എന്നെ വിളിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അഞ്ജു ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ബാലൻ പറയണം, നിന്നെ അറിയിക്കേണ്ടെന്ന് അപ്പു പറഞ്ഞു കാണും എന്ന് പറയുമ്പോൾ അഞ്ജു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ അവർക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ദേവിക്ക് സഹിക്കാൻ പറ്റാത്ത പ്രയാസമായി പോയി കേട്ടോ. എന്നാലും അവൾ ഒരു വാക്കിനോട് പറയാതെ പോയില്ലേന്ന് വെച്ചിട്ട്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, എല്ലാവർക്കും ഇപ്പോൾ കുറേ അഹങ്കാരവും തന്നിഷ്ടമൊക്കെ ആണല്ലോ, നടക്കട്ടെ, എന്തിനാ ഇതൊക്കെയെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലനും കയറി അകത്ത് പോകണം. അവിടെ ചെന്നത് ദേവി ആകെ സങ്കടവും കരച്ചിലും ഒക്കെ തന്നെയാണ്. ഹോസ്പിറ്റലിലാണെങ്കിൽ ഡോക്ടർ വന്ന് പരിശോധിക്കും, പൾസ് റേറ്റൊക്കെ കുഞ്ഞിന് കൂടുതലാണ്, കൂടിയും കുറഞ്ഞും ഇരിക്കുന്നു. ഭയങ്കര ശ്വാസം മുട്ടലും നെബുലൈസേഷനൊക്കെ കൊടുത്തിട്ട് അവസാനം അതിലൊന്നും നിൽക്കാത്ത കാരണം ഓക്സിജൻ മാസ്ക് എല്ലാം വെച്ചിരിക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് കുഞ്ഞ് സംസാരിക്കാനായിട്ട് കൈയെടുക്കുമ്പോൾ ഡോക്ടർ പറയും, കൊച്ചിന് എന്തോ സംസാരിക്കണമില്ല, മാസ്ക് ഒന്ന് മാറ്റിയ സിസ്റ്റർ എന്ന് പറയുമ്പോൾ അത് പറയുന്നത് എനിക്കെൻ്റെ അമ്മയെ കാണണമെന്നാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നത്, അമ്മയെ വിളിക്ക്, പുറത്ത് നിൽപ്പുണ്ടല്ലോ,
ഓടിപ്പോയി അപ്പുവിനെ വിളിക്കുക കേട്ടോ. അപ്പോൾ അപ്പു അകത്ത് കയറി വരും. വന്നിട്ട് മാസ്ക് എടുത്ത് മാറ്റുകയാണ് സംസാരിക്കാനായിട്ട്. അപ്പോൾ മോള് പറയുന്നുണ്ട് ഇതല്ല എനിക്ക് മമ്മിയല്ല കാണേണ്ടത്, എനിക്ക് എൻ്റെ അമ്മയാണ്. ഡോക്ടർ ചോദിക്കുന്നത് ഇതല്ലേ മോളുടെ മമ്മി, ഇതന്നെയല്ലേ അമ്മ? അല്ല, ഇതെൻ്റെ മമ്മിയാ, എനിക്ക് എൻ്റെ അമ്മയാണ് കാണേണ്ടതെന്ന് പറയും. അവസാനം ഡോക്ടറിന് കൺഫ്യൂഷനായി, എനിക്കാകെ കൺഫ്യൂഷനായല്ലോ, കൊച്ചെന്താ പറയുന്നത്. അപ്പോൾ വേറെ ആരെങ്കിലും അറ്റാച്ച്മെൻ്റ് ഉണ്ടോ കുട്ടിക്കെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അപ്പു പറയുന്നുണ്ട് വല്യമ്മയാണ് ഡോക്ടർ അമ്മയെന്ന് വിളിക്കുന്നത്. എന്നാൽ ഒരു കാര്യം കുട്ടിയുടെ കണ്ടീഷൻ വളരെ മോശമാണ്, പെട്ടെന്ന് തന്നെ ആ വല്യമ്മയോട് ഇങ്ങോട്ട് വരാൻ പറ, ഇവിടെ അടുത്തെങ്ങാനും ആണോ, കൂടെയാണോ താമസിക്കുന്നതെന്നെല്ലാം അപ്പുവിനോട് ചോദിക്കും. അപ്പു ഇത് കേട്ട് പുറത്ത് പോയിരുന്ന ആകെ പൊട്ടി കരച്ചിലാണ്. അപ്പോൾ ശിവനും ഹരിയും കൂടെ ചോദിക്കണേ എന്ത് പറ്റി, എന്താ മോക്ക് എന്ത് പറ്റി, അവളെ മമ്മിയല്ല കാണേണ്ട ഹരി, അമ്മയെ കാണേണ്ടതെന്ന്. അതിനു മുമ്പ് തന്നെ ശിവൻ അവിടെ സംശയം പറയുന്നുണ്ട്, ദേവൂട്ടി മിക്കവാറും ഏട്ടത്തിയെ കാണണമെന്നായിരിക്കും ഹരിയേട്ടാ പറഞ്ഞിരിക്കുന്നതെന്ന്. അപ്പോൾ ഏട്ടത്തിയെ ഒന്ന് വിളിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നു ഒന്നും വേണ്ട, അപ്പുവിനെ കാണുമ്പോൾ ശരിയാവുമെന്ന്. ആ സ്പീഡിലാണ് അപ്പു തിരിച്ചിറങ്ങി വരുന്നത് കേട്ടോ. അങ്ങനെ അവസാനം നിവർത്തി കെട്ട് ശിവൻ തന്നെ ഫോണെടുത്ത് വീട്ടിൽ വിളിക്കുകയാണ്. അങ്ങനെ ആ വീട്ടിൽ വിളിക്കാം എന്ന് ഉദ്ദേശിച്ച് നിൽക്കുമ്പോഴാണ് ഡോക്ടർ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഈ വല്യമ്മയെന്ന് പറയുന്ന ആളുമായിട്ട് നല്ല അടുപ്പത്തിലാണല്ലേ കുഞ്ഞ്? അത് സ്വാഭാവികമാണ്, അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ വീട്ടിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ വല്യമ്മയോ വലിയച്ഛനൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ആയിരിക്കുമല്ലോ അവർക്ക് സ്നേഹവും അടുപ്പമൊക്കെ, അതൊന്നും തെറ്റല്ല. അപ്പോൾ എന്തോ മനസ്സിന് നല്ല വേദന കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ പൾസ് റേറ്റും കാര്യങ്ങളും ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കുന്നത്. എന്തായാലും ആ കുട്ടി കാണാൻ ആഗ്രഹിച്ച ആളെ പെട്ടെന്ന് തന്നെ വിളിപ്പിക്കുക, കുഞ്ഞിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയെന്ന് ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് പെട്ടെന്ന് പിന്നെ രണ്ടാമതൊന്നും ആലോചിച്ചിട്ടില്ല ശിവൻ. പെട്ടെന്ന് തന്നെ ആരുടെ അനുവാദത്തിനും നിന്നിട്ടില്ല, പെട്ടെന്ന് വീട്ടിൽ വിളിച്ചു കേട്ടോ. അവിടെ ദേവി പൂജാമുറി തന്നെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ദേവി എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ ഭഗവാനെ, അല്ലെങ്കിൽ തന്നെ ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തില്ല, എന്നിട്ടും കുഞ്ഞിനെ എന്നിൽ നിന്നും മാറ്റാനും വെറുപ്പിക്കാനായിട്ട് എന്തിനാണ് ഇങ്ങനെ ഭഗവാനെ ചെയ്തത്, എനിക്കൊന്ന് അവളെ കാണണോ ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ബാലിന് ഫോൺ വരികയാണ് കേട്ടോ. ബാലിനോട് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ശിവൻ പറയുന്നുണ്ട്, വളരെ മോശമാണെന്നും ദേവിയത്തെ കാണണമെന്നൊക്കെയാണ് പറയുന്നതെന്ന്. അപ്പോൾ ദേവി പറയണം, അപ്പോഴാണ് ദേവി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ദേവി ചോദിക്കുമ്പോൾ ബാലൻ പറയുന്നുണ്ട് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല ദേവി, അവൾക്ക് ബെറ്ററാണ്, പക്ഷേ നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്, നമുക്കൊന്ന് അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ നീ പോയി റെഡിയാവുമോ? ഇനി എന്ത് റെഡിയാവാനാ, ഇതൊക്കെ തന്നെ ധാരാളം. പിന്നെ അഞ്ജുവും കണ്ണനൂടെ ഉണ്ടല്ലോ, അവരോടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം എന്നും പറഞ്ഞ് അഞ്ജു വെപ്രാളം പിടിച്ച് ദേവി അകത്തേക്ക് കയറിപ്പോവാണ് കേട്ടോ. ഇവിടെ ഹോസ്പിറ്റലാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ എന്ന് വെച്ചാൽ മോള് മമ്മിയെ എനിക്ക് കാണണ്ടെന്ന് പറയുന്നതും എനിക്ക് അമ്മയെ കണ്ടാൽ മതി, ഇതെൻ്റെ മമ്മിയാണ് അമ്മയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിങ്ങനെ അപ്പുവിൻ്റെ മനസ്സിൽ വല്ലാത്ത സങ്കടം ഉണ്ടാക്കിയാണ്. അങ്ങനെ ഹരി അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ എന്തിനാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, കുറേ സമയം ആയല്ലോ, എന്താ പറ്റിയേ? എല്ലാം ഞാൻ ചെയ്ത തെറ്റാ ഹരി, എൻ്റെ ഭാഗത്താ തെറ്റ് എന്നിങ്ങനെ പറയുമ്പോൾ ഹരി പറയും, അതെ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ കുഞ്ഞിനെ അവരോട് കിടക്കണമെങ്കിൽ കിടന്നോട്ടെ, നീയല്ലേ വാശി പിടിച്ച് ഇത്രത്തോളം ആക്കിയത്, അതല്ല ഞാൻ പറഞ്ഞത്. കുഞ്ഞുനാൾ മുതലേ പ്രസവിച്ച സമയം മുതലേ ദേവിയെത്തി അമ്മയെന്ന് വിളിപ്പിക്കുമെന്ന് ഞാൻ എല്ലാവരോടും വാശി വെച്ചു, രാജേശ്വരി അപ്പച്ചിയോടും ഡാഡിയോടും എല്ലാവരോടും അതുപോലെ ചെയ്യുകയും ചെയ്തു. പക്ഷേ എല്ലാവരും എന്നിട്ട് എന്നോട് പറഞ്ഞിരുന്നു നീ അങ്ങനെ ചെയ്യരുതെന്ന്, വിളിപ്പിക്കരുത്, നിൻ്റെ മോളെ നീ തന്നെ വളർത്തണം, നീ തന്നെ നോക്കണം എന്ന്. പക്ഷേ എന്തിനു പറയണം, ഇവിടെ 24 മണിക്കൂർ കയറി ഇറങ്ങുന്ന ജയന്തിയെടുത്തി പോലും പറയാറില്ലേ അങ്ങനെ. എന്നിട്ട് ഞാൻ അതൊന്നും വകവെച്ചിട്ടില്ല, എന്നിട്ട് ഞാൻ ദേവിയെടുത്തി കൊണ്ട് അങ്ങനെ വിളിപ്പിക്കുന്ന വാശിയിലായിരുന്നു. എന്നിട്ട് അതൊന്നും വേണ്ടായിരുന്നു, എൻ്റെ മോളെ ഞാൻ തന്നെ നോക്കിയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞു അപ്പോൾ അങ്ങ് കരയാനുണ്ടോ. അപ്പോഴത്തേക്കിനും ഹരി പറയുന്നുണ്ട്, അങ്ങനെ ചിന്തിക്കല്ലേ അപ്പോൾ, നീ പ്രസവിച്ചെന്നേ ഉള്ളൂ, പക്ഷേ നിന്നെ ഒന്നും അറിയിക്കാതെ വളർത്തിയതും കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് വരെയും നോക്കിയിട്ടുള്ള ദേവിയെത്തിയാണ്, ആ ഒരു നന്ദി കേട്ട് നീ കാണിക്കരുത് കേട്ടോ അപ്പോൾ എന്നിങ്ങനെ പറയാനുണ്ട്. അപ്പോൾ ഹരിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്